റീഹാബിലിറ്റേഷൻ വരുന്ന ആളുകൾ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം വളരെ വ്യക്തമാണ് അങ്ങനത്തെ ആൾക്കൊക്കെ എന്താണ് ഇത് എവിടുന്ന് വന്നു, ആരാ അതിൻ്റെ ആളിൽ ഒക്കെ അറിയാം. അപ്പോൾ ഇവർക്ക് ഈ ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പലരും അതിന് മടിക്കുന്നത് അതില്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ ബോധവൽക്കരണം നടത്തണമെന്നുള്ള മെസ്സേജാണ് അധ്യാപകർക്ക് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ സദസ്സിൽ നിന്ന് ഒരു അധ്യാപനം എന്നേറ്റതുകൊണ്ട് അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിനെന്തുകൊണ്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് ശരി. പുതിയ സർക്കാർ കേരളത്തിൽ അധികാരമേറ്റു ഒരാഴ്ച കഴിഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി ലഹരിക്കെതിരെ ഗവൺമെൻറ് ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുമ്പ് നമ്മൾ ഇതുപോലുള്ള പല ശ്രമങ്ങളും കണ്ടതാണ്, വായിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. ഇത്തരമൊരു നീക്കം സക്സസ്ഫുൾ ആവാൻ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ലക്ഷ്യം കാണും എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു രാജ്യത്തെ ഈ സമാധാനവും സുരക്ഷയുമൊക്കെ അവിടുത്തെ ഒരു പോലീസ് നീതി സംവിധാനത്തെ എത്രമാത്രം ജനോപകാരപ്രദമായി മാറ്റിയെടുക്കുന്നു എന്നുള്ളതിലാണ്. അതിപ്പോൾ തുടക്കത്തിൽ തന്നെ പുതിയ നമ്മുടെ പോലീസിൻ്റെ മന്ത്രി ആയിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹം എന്തായാലും കൊടുത്ത ചില നിർദ്ദേശങ്ങൾ, അത് ഗുഡ് മോർണിംഗ് പറയുന്ന, നമസ്കാരം പറയുന്ന, അക്ഷരാർത്ഥത്തിലൊരു ജനമൈത്രി സ്വഭാവമുള്ള പോലീസ് സ്റ്റേഷൻ ആകണമെന്നുള്ളതാണ്. എന്തായാലും ആ രീതിയിലുള്ളൊരു മാറ്റം തന്നെയും ജനങ്ങളെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുന്നതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും ഇത് 100 ദിവസത്തെ ഒരു പ്രൊജക്റ്റാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇതിന് മുൻപ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ സമയത്തും ഓപ്പറേഷൻ ഡി ഹണ്ട് എന്തോ പറഞ്ഞിട്ടൊരു കുറച്ചു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് സ്റ്റാഫൊക്കെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നു, അവരാണ് ഗോൾഡും ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലത്തിന് മുൻപ് ഈ മന്ത്രിയായ സമയത്ത് അദ്ദേഹം ഒരു ഓപ്പറേഷൻ കുബേര എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ചിലപ്പോൾ അന്നത്തെ അവിടെ ഈ ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള എന്തായാലും വളരെ കൃത്യമായൊരു തിരിച്ചറിവുള്ള ഒന്നാണ്. ആദ്യത്തെ ഒരു തീരുമാനം തന്നെ ഇത്തരത്തിലാകുന്നു എന്നുള്ളത്. കാരണം കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ത്രെട്ടാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കുടുംബങ്ങളെ, കലാലയങ്ങളെ, സമൂഹത്തെ എല്ലാം ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ആ അർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പോളിസി, ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ നമ്മളെയും ബാധിക്കും. അപ്പോൾ നമുക്കറിയാം ഇത് നിയമപരമായി ഓപ്പിയം കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇവിടെ ഈ രാജസ്ഥാന്, മധ്യപ്രദേശ്, UP ഈ 3 സംസ്ഥാനങ്ങളിൽ ഇതിനെന്തുണ്ട്, പെർമിഷനുണ്ട്. ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അണ്ടറിലാണ് ഇത് നടക്കുന്നത്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലെ ഫാക്ടറീസിൽ ഈ നമ്മുടെ മോർഫിന്, കോട്ടയിനൊക്കെ പോലുള്ള മരുന്നുകൾ, അതായത് ഈ ആവശ്യ മരുന്നുകളാണ്, അതെന്താണ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഇതിനോടുള്ളൊരു അനുഭാവം അല്ലെങ്കിൽ അനുവദനീയ സാധനം സർക്കാരിൻ്റെ അണ്ടറിൽ അവിടെ ഉണ്ട് എന്ന് പറയാം. രണ്ടാമതെന്താ വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ഒരു ക്രിട്ടിക്കൽ ഈ ജിയോഗ്രഫിക്കൽ പോയിൻ്റിലാണ് ഇന്ത്യ കിടക്കുന്നത്. സാധാരണ പറയാറുള്ളതെന്ന് വെച്ചാൽ 2 ഇതുണ്ട് വെച്ചാൽ, ഒന്ന് ഗോൾഡൻ ക്രസൻറ്റ് എന്ന് പറയും, ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു ഭാഗത്ത് ബോർഡർ, പിന്നൊരു ഭാഗത്ത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളുടെ വെച്ചാൽ 7 രാജ്യങ്ങളുണ്ട് ഇവിടെ. പുറമെ എന്താ വെച്ചാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് ഈ കടലോരവും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ റൂട്ടുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോപ്പുലേഷനുള്ളൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കസ്റ്റമർഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് അങ്ങനത്തെ ശ്രമങ്ങൾ ഉണ്ടാകും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് എത്രത്തോളം ഈ കേന്ദ്ര ഗവൺമെൻറ് തടയുന്നു എന്നുള്ള ഒരിത്. പിന്നെ ഇതിൻ്റെ പുറമെ ഇപ്പം ചിലപ്പോൾ ഈ നാർക്കോട്ടിക് ഇതിൽ തന്നെ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് വന്നു.
അപ്പോൾ അത് പ്രധാനമായിട്ടും ഇപ്പോൾ ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെയാണ് ഫാക്ടറികളിലാണ് എന്ത് ചെയ്യുന്നതാണ്. അവിടുന്നും ഒരു ഡയറക്റ്റ് കണക്ഷൻ കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും എന്താണ് ധാരാളം കുട്ടികൾ പഠിക്കുന്ന പോകുന്ന സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞാൽ നേരത്തെ എന്താ വെച്ചാൽ ഒരു ട്രാൻസിറ്റ് ഇത് മാത്രമല്ല, ഒരു ഹബ്ബ് കൂടെയായിട്ട് ഇന്ത്യയും കേരളവും ഒക്കെ മാറിയിട്ടാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കവിഞ്ഞ കൺസംഷനുള്ള, അതായത് ഈ മറ്റേ ക്യാപിറ്റ കൺസംഷനുള്ള ഭൂപ്രദേശമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ കുറച്ചുകൂടെ പ്രായം കൂടിയവരിലൊക്കെയാണ് ഇത് ഉണ്ടായിരുന്നതിൽ ഇന്ന് 10 മുതൽ 24 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളായ ടീൻസായ യുവാക്കൾക്കിടയിലേക്ക് ഇത് വന്നിരിക്കുന്നതാണ്. അത് വളരെ ഭയാനകമാണ്. അടുത്തൊരു ജനറേഷനിലെ വലിയൊരു വിഭാഗം ഏതു തരത്തിലുള്ളവരാകുമെന്നുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാലും ഇപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ തൂഫാനകത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾ, ബീച്ചുകൾ, അതുപോലെ തന്നെ ഈ 5 സ്റ്റാർ ഇതുകളുടെയുള്ള പാർട്ടി ഇതുകൾ, ഇതൊക്കെ അടക്കം എന്ത് ചെയ്യും ഇതിലെ നിരീക്ഷണത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നിച്ചാൽ ഇത് കേവലം ഒരു പദ്ധതി പോലീസിനെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റില്ല. മറിച്ച് കൃത്യമായും പോലീസിനോടൊപ്പം ജനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വലിയ തോതിൽ സഹായം നൽകേണ്ടതുണ്ടാവും. അപ്പോൾ ഇത് കിട്ടുകയും ചെയ്യും. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇതിൽ ഇൻഫർമേഷൻ നൽകുന്നവരുടെ സുരക്ഷ എന്നുള്ളതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ നേരിട്ട് തന്നെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത സമയത്തൊക്കെ നമുക്കറിയാം, അവിടെ നിന്ന് ഉള്ള ഈ മറ്റേ റീഹാബിലിറ്റേഷൻ വരുന്ന ആളുകൾ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം വളരെ വ്യക്തമാണ് അങ്ങനത്തെ ആൾക്കൊക്കെ എന്താണ് ഇത് എവിടുന്ന് വന്നു, ആരായതിൻ്റെ ആളിൽ ഒക്കെ അറിയാം. അപ്പോൾ ഇവർക്ക് ഈ ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പലരും അതിന് മടിക്കുന്നത് അവരുടെ സുരക്ഷ പേടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം പോലെ എന്തെങ്കിലും വേണം. അതായത് ഇത് ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത് എന്നുള്ളതിന്. കാരണം അതൊന്നും ഒരിക്കലും ഇത് ലീക്ക് ചെയ്യാൻ പാടില്ല. അത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ്റെ സുരക്ഷ ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ ഈ ഡിജിറ്റൽ കൊറിയറോ അല്ലെങ്കിൽ മറ്റേ ഈ ക്രിപ്റ്റോ കറൻസി വഴിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫിസിക്കലായിട്ടുള്ള ഡീല് വളരെ വ്യാപകമായി തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളറിയാം ഈ കഴിഞ്ഞ ദിവസം മുക്കത്ത് ഒരു മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കയ്യിൽ നിന്ന് 500 ഗ്രാം MDMA പിടിച്ചു. പിന്നീട് സെർച്ച് ചെയ്തിട്ട് 2300 ഗ്രാമും കൂടെ. വെച്ചാൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണ്. 3 കിലോയോളം MDMA. നമുക്ക് അതിൻ്റെ വില കണക്കൂട്ടിയാൽ എന്ത് നമുക്കറിയാം. ഇത്രയും ഇത് പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ അടുത്തൊക്കെ തെളിവിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അത് എടുക്കാൻ ശ്രമിച്ചവരെ അദ്ദേഹം പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പോലീസുള്ള സമയത്ത് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വ്യക്തിയുമായിട്ട് പോലീസ് തെളിവെടുപ്പിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ ഗുജറാത്തിലെ വഡോദരയിൽ വെച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു പോകും. ഇത് നമ്മൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും ഒരു മേജറായ ഒരു ക്രിമിനലിനെ അങ്ങനെ അങ്ങോട്ട് വലിയ സുരക്ഷയൊന്നുമില്ലാതെ 2 പോലീസിൻ്റെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോവാണ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നമുക്ക് ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇത് അയാൾ എത്രമാത്രം ശക്തനാണ് അല്ലെങ്കിൽ ആയിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ ചില തകരാറുകളുണ്ട്. ഇപ്പോൾ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസറെ ഇത്തരം വിഭാഗവുമായിട്ട് ബന്ധമുണ്ടായിരുന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത നമ്മളിതുപോലെ കണ്ടതാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ ഈ മറ്റേ സ്ത്രീകളെ കടത്തിയ സംഭവം ഉണ്ടല്ലോ, ആ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലും നമ്മൾ കാണുന്നത് എന്താണ്, ഉന്നതതല ബന്ധങ്ങളുണ്ട്, പോലീസിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് വെച്ചാൽ ഒരു പാടില്ലാത്തൊരു നെക്സസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന് വെച്ചാൽ ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് ഡാൻസ് ഓഫ് ഒരു കെവിൻ ബി മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് 182 ഗ്രാം MDMA ഉണ്ട്.
അതുപോലെ തന്നെ ഈ മാജിക് മറ്റേ ക്യാപ്സൂൾസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ എന്താ വെച്ചാൽ ഇത് വൈറ്റ് കോളർ പാർട്ടിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വൈറ്റ് കോളർ പാർട്ടി പറഞ്ഞാൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ ബിസിനസ് ഷോട്ട്സൊക്കെ ഉള്ള മറ്റേ അത്തരത്തിലുള്ള ഈ ഹൈഫൈ ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടിക്ക്. അപ്പോൾ ആരാണ് ഇതിൻ്റെ കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ ആരെല്ലാം ഈ നെറ്റ്വർക്കിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ സ്വാധീന ശക്തി ഉള്ളവരാണ്. ഇവർക്കിടയിൽ ഈ പറയുന്ന പാവപ്പെട്ട ഒരു വ്യക്തി പോലീസിനെ സഹായിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു ഓപ്പറേഷനെ സഹായിക്കാൻ വേണ്ടിയോ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷിതത്വ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് ഇതിനകത്ത് ആ രീതിയിലുള്ള പോലീസുകാരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമപാലകരോ രാഷ്ട്രീയക്കാരോ ഒക്കെ അതിനകത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താതെ ഇതെന്ത് ചെയ്യില്ല, വിജയിക്കില്ല. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകൾ, അതിൻ്റെ പരിസരം, കോളേജുകൾ, ഇതിൻ്റെ പരിസരം, ഇതൊക്കെ കൃത്യമായിട്ടും ഇത്തരം ആളുകളുടെ ഒരു നെറ്റ്വർക്കിങ്ങിന് അണ്ടറിലാണ്. അവരെയൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ഷോപ്പുകാർക്കൊക്കെ അറിയാം. അവരെ പിടിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താണ്, ഈ കുട്ടികൾക്കിടയിൽ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും ഇതുമായി ബന്ധമില്ലാത്ത കടക്കാർ അവരൊക്കെ ആ രീതിയിൽ എംപവർ ചെയ്ത് കൊണ്ടുവരികയും അവരിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് രക്ഷിതാക്കളുടെ ബോധവൽക്കരണം. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തകൾ എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ധാരാളമായിട്ട് സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ കരിയേഴ്സായിട്ടും കൺസ്യൂമേഴ്സായിട്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പലപ്പോഴും മാതാപിതാക്കൾ പെൺകുട്ടികൾ സംശയിക്കുന്നില്ല. അവർ വല്ല ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർ നല്ല മറ്റേ സുരക്ഷിതമായി കൊണ്ടുപോക്കിയ സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉള്ള ജാഗ്രത വളരെ പ്രധാനമാണ്. തന്നെ ഞങ്ങൾ കുട്ടികളുടെ എന്തെങ്കിലും നിലയ്ക്ക് ഉള്ള അസ്വാഭാവികതകൾ കാണാനിടയായാൽ അവരതിൻ്റെ പിറകെ പോവുകയും അന്വേഷിക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങളിലേക്ക് എത്തിയും വേണ്ടി വരും. പിന്നെ ഈ ലക്ഷറി ഹോട്ടലുകൾ, അവിടെയൊക്കെ പലപ്പോഴും VIP കളായിരിക്കുന്നത്, പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെയാണ് അതിൻ്റെ ഡീലുകളും മറ്റും കൂടുതൽ നടക്കുന്നത്. അതൊക്കെ നിരീക്ഷണത്തിൻ്റെ ഇതിലെന്ത് ചെയ്യണം, കൊണ്ടുവരണം. എനിക്ക് തോന്നിച്ചാൽ നമ്മൾ ഈ DJ പാർട്ടികളൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കണം. അതുകൊണ്ടൊക്കെ ഒരു താൽക്കാലികമായ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് പേർക്കുള്ള ഒരു മറ്റേ മറ്റേ എന്താ പറയുക, ഒരു സുഖമൊക്കെ കിട്ടുന്നുള്ളതല്ലാതെ രാഷ്ട്രത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. മറിച്ച് അതൊക്കെ ഇത്തരത്തിലുള്ള പലതിൻ്റെയും സംഗമ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെയൊക്കെ സമയത്ത് നല്ല പോളിസിയാണ് നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞത്. അതൊക്കെ അപകടങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഇത് വിറ്റഴിക്കാൻ പറ്റിയ നല്ല സന്ദർഭങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നത്. മനുഷ്യന്മാരൊരു സമയമായി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയി മക്കളെയും ഭാര്യൻ്റെയൊക്കെ കൂടെ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ ചിലവഴിക്കേണ്ട ഒരു സമയമാണ് അതൊക്കെ. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാർ നയം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ തിരുത്തപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്തൊരു വാർത്ത പോലും കിട്ടിയത്, മെക്സിക്കോ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു ലിമിറ്റഡ് പോപ്പുലേഷനല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ കാർട്ടലുകൾ വരെ ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞൊരു കാര്യമാണ്, മണിപ്പൂരിലെ സംഘർഷം അവസാനിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം മണിപ്പൂരിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സാധനങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന് നമുക്കെന്താണ് പറയാനറിയില്ല. പക്ഷേ എന്തായാലും എവിടെയോ ബോധപൂർവം തുറന്നിട്ട വാതിലുകൾ ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. മൈഗ്രൻ്റ് വർക്കേഴ്സ്, അവരെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷേ തീർച്ചയായിട്ടും വ്യാപകമായ തോതിൽ ഇതിൻ്റെ ഉപഭോക്താക്കളായും പലപ്പോഴും വെച്ചാൽ കരിയേഴ്സായിട്ടൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പോലീസ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെന്താ വെച്ചാൽ ശിക്ഷാ നിയമങ്ങൾ ഇത് കർശനമാക്കിയേ മതിയാകൂ. ഒരു സമൂഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു കാര്യത്തെ ഒരു ബിസിനസ്സായിട്ട് കണ്ട്, ഒരു വ്യവസായമായി കണ്ട് അതിനകത്തിറങ്ങുകയും ഒന്നിലധികം തവണ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനോ
അവരുടെ സ്വത്തിനോ ഒന്നും ഒരു നിലയ്ക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ യോഗിയുടെ ബുൾഡോസറൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നത്. അത് എന്തായാലും ഇത് ഈ ശിക്ഷാ നിയമങ്ങൾ കൃത്യമായി പ്രയോഗിക്കപ്പെടേണ്ട ഗൾഫിലൊക്കെ നമുക്കറിയാം അത് കൃത്യമാണ്. സമൂഹത്തോടുള്ള ഒരു ഏറ്റുമുട്ടൽ, സമൂഹത്തിൻ്റെ സുരക്ഷ, ആ ജീവിതത്തിൻ്റെ ഒരു സമാധാനത്തെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർക്കും എക്സിക്യൂഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. അത് ശരിയായ നടപടിയാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ തവണ കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, റീഹാബിലിറ്റേഷന് വേണ്ടി ശ്രമിക്കണം, അവർക്ക് പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കണം, അവർക്ക് ആ രീതിയിലുള്ള മാർഗ്ഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. പക്ഷെ വീണ്ടും അതിനകത്തേക്ക് തന്നെ വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഈ ശിക്ഷ ഉണ്ടാകണം. പിന്നെ ചിലപ്പോൾ ഈ 2021 അദാനിയുടെ പോർട്ട്, മുണ്ട്ര പോർട്ടിൽ വെച്ചാണ് 3000 കിലോ ഹീറോയിൻ പിടിക്കുന്നത്. പിന്നീട് നമ്മളതിനെക്കുറിച്ചധികം കഥകൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്നത് വെച്ചാൽ പോലീസ് ഈ പറയുന്ന ഇതൊക്കെ നടത്തിയിട്ട് എന്തു സംഭവിച്ചു എന്ന് ഈ സമൂഹത്തോട് കൃത്യമായിട്ടൊരു റിപ്പോർട്ടിംഗ് കൂടെ സർക്കാർ നടത്തണം. ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി ആയിക്കൂടാ. ഇത് ആവശ്യമാണ്, നിർബന്ധമായി നടക്കേണ്ടതാണ്. നമ്മളുടെയൊക്കെ 100% പിന്തുണ വിഷയത്തിൽ ഉണ്ട്. ഏതു തരത്തിൽ വേണമെങ്കിലും നമ്മൾ സർക്കാരിന് അതിൽ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. സമൂഹം മുഴുവൻ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ രൂപത്തിൽ ഇത് വിജയിപ്പിക്കാൻ വേണ്ടത് എന്താണോ ആ നീക്കങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണം. അതിന് നമ്മളുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പിന്തുണയുണ്ട്. യെസ്, സർക്കാരിൻ്റെ ഉദ്ദേശം സത്യസന്ധമാണെങ്കിൽ വലിയൊരു യുദ്ധത്തിനാണ് സർക്കാർ ഇറങ്ങുന്നത്. അതിന് പൊതുസമൂഹത്തിൻ്റെ തീർച്ചയായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാവും. ഇതിലൊക്കെ എന്താണ് കൂട്ടിച്ചേർക്കാൻ? ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മദ്യവർജനം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മദ്യത്തിന് ഇപ്പോൾ പിന്നെ ആളുകൾക്കിടയിൽ വലിയ മാന്യത കൈവരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ മദ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുകയോ പറയാറില്ല. ധാരാളം ബാറുകൾ തുറന്നു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിൽ 900-ലധികം ബാറുകൾ തുറന്നു എന്നാണ്. കേവലം 29 ബാർ ഉണ്ടായിരുന്ന കേരളത്തിൽ 900-ലധികം ബാറുകൾ തുറന്നു. അപ്പോൾ അതിൽ മദ്യം സാർവത്രികമാക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ലഹരി പദാർത്ഥങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ തടയിടാൻ ഒരുപാട് സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ അപാകത തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ശരിക്ക് മദ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ്. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആദ്യമായിട്ടുണ്ടാവണം. അതിനുശേഷം സ്വാഭാവികമായിട്ടും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഓൾറെഡി ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളില്ല. പക്ഷേ മദ്യത്തോടുള്ളൊരു സമീപനത്തെ കുറച്ചുകൂടി സ്ട്രിക്റ്റായിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ പുതിയ സർക്കാർ കൊണ്ടുവരണം. ഇപ്പോൾ ഈ വിദ്യാലയങ്ങളെ പോലെയുള്ള സംവിധാനങ്ങൾ പ്രത്യേകമായൊരു പ്രൊട്ടക്ഷൻ ഏത് സമയത്തും 24 മണിക്കൂർ എന്നോണം ഉണ്ടാവണമെന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഈ പരിധി കുറച്ച് കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ. അതെ, സുരക്ഷാ സമിതി ഒക്കെ സാധാരണ രൂപപ്പെടുത്താറുണ്ട്. അവിടെയുള്ള PTA, അതുപോലെ അധ്യാപകർ, നാട്ടുകാർ, അതുപോലെ സമീപ പ്രദേശത്തുള്ള കടക്കാർ, ഇവരൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സമിതി രൂപീകരിക്കാറുണ്ടെങ്കിലും പക്ഷേ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മദ്യശാലയും അതുപോലെ തന്നെ വിദ്യാലയം തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് മുമ്പുണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞു. പുതിയ നിയമപ്രകാരം അതെടുത്ത് കളഞ്ഞു. അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ഒരു ഡിസ്റ്റൻസ് പ്രത്യേകമായി ഉണ്ടാക്കുകയും എന്നിട്ട് പരമാവധി വിദ്യാലയങ്ങളുടെ ചുറ്റുപാടത്തിൽ ഇത്തരം സംഗതികളില്ല എന്ന് 100% ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിന് പലതരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിൽ ക്ലബ്ബുകളായിട്ടുള്ള യുവാക്കളെ അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാട്ടുകാർ സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അതിന് ഉപയോഗപ്പെടുത്താം. അതേപോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ശരിക്കും സർക്കാർ അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ സംഗതി വിജയിക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇതിപ്പോൾ 100 ദിവസമാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിലും ആ 100 ദിവസം കൊണ്ട് കേരളം ശുദ്ധമാകും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഒരുപാട് പോലീസുകാരാവട്ടെ, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ഇവർക്കൊക്കെ ഏതൊക്കെ കണ്ണികളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായൊരു ഇൻഫർമേഷൻ അവരുടെ അടുത്തുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അധ്യാപകർക്കൊരു ട്രെയിനിങ്ങിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ക്ലാസ് എടുത്തു. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടമാണ് പറഞ്ഞത്. കുട്ടികളിൽ നിന്ന് അതില്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ ബോധവൽക്കരണം നടത്തണമെന്നുള്ള മെസ്സേജാണ് അധ്യാപകർക്ക്
ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ സദസ്സിൽ നിന്ന് ഒരു അധ്യാപനം എന്നേറ്റതുകൊണ്ട് അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിനെന്തുകൊണ്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് ശരിക്കും എക്സൈസ് ഉദ്യോഗസ്ഥന് നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും ഞങ്ങൾ കണ്ടില്ല. വേറൊരു മാർഗ്ഗം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ശക്തമായ നടപടികൾ എടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. എന്നാൽ പിന്നെ ഇതിനൊക്കെ നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു രാജ്യം ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് ചേർത്ത് പറയാനുള്ളത്. യെസ്, ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഇത്തരമൊരു വിഷയം ലക്ഷ്യം കാണൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. സർക്കാരിൻ്റെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്.